ഞാൻ ഷറഫുദ്ദീൻ. മുമ്പ് ഇതേപോലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നതിൻ്റെ പേരിൽ ഒരു വീഡിയോ കൂടി ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. കാരണം എൻ്റെ പ്രവാസികളായ സുഹൃത്തുക്കൾ 100 കണക്കിന് എനിക്ക് വിളിച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ എനിക്ക് അതിന് മറുപടിയൊന്നും കറക്റ്റ് പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. കാരണം എൻ്റെ മകൾ രേഷ്മ ഈ 30-ാം തീയതി മരണപ്പെട്ടു. ക്യാൻസർ ആണെന്നാണ് അറിയുന്നത്. എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു വിവരങ്ങളുമില്ല. 2015 എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവൾക്ക് ലിവർ സിറോസിസ് എന്നൊരു അസുഖം ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും ബെല്ലൂര് കൊണ്ടുപോയി ചികിത്സ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ഇൻഷുറൻസ് കാർഡൊക്കെ ഉണ്ടായിരുന്നവർക്ക് അത് വെച്ചിട്ടാണ് ചികിത്സിച്ചിട്ടുള്ളത്. എന്നിട്ടിപ്പോൾ എൻ്റെ മകൾ മരണപ്പെട്ടിരിക്കുന്നു. മരണപ്പെട്ടതിന് ശേഷം പിന്നെ എനിക്ക് കാണാൻ പോകാൻ പോലും പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാക്കി. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ എൻ്റെ കുടുംബത്തിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഒറ്റ മനുഷ്യർ ഇവിടെ വരികയും എൻ്റെ മോളെ കാണാൻ വരികയും ചെയ്തതെന്ന് പറഞ്ഞു. അവസാനം ഞാൻ നെടുമങ്ങാട് പോലീസിൽ പരാതിപ്പെടുകയും പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി ആണ് ഞാൻ പോയി കണ്ടിട്ടുള്ളത്. പിന്നെ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി ഞാൻ പോയി കണ്ടു. എന്നിട്ട് ഞാനിപ്പോൾ പിന്നെ 3-ാം പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നെന്ന് പറയുന്നു. ആൾക്കാരെയൊക്കെ വിളിച്ച് ഒരു ഗംഭീരമായി ആഘോഷം പോലെ നടത്തി. എൻ്റെ ഭാര്യയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ വലിയ സങ്കടവും കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ എങ്ങനെയും മരണപ്പെട്ട് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലാണ് അവളുള്ളത്. അവൾക്ക് മകളും മകനും ഇല്ലാതായി കഴിഞ്ഞാൽ ഈ സ്വത്തുക്കളെല്ലാം അവളുടെ പേരിൽ. കാരണം എൻ്റെ തട്ടിയെടുത്ത സ്വത്തുക്കൾ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ. ഞാൻ 37 കൊല്ലം പ്രവാസിയായിരുന്ന ആളാണ്. ഞാൻ അബുദാബിയിലും മസ്കറ്റിലും സൗദി അറേബ്യയിലും ഒക്കെ ആയി 37 കൊല്ലം ഞാൻ പ്രവാസിയായിട്ട് ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ ഇഷ്ടംപോലെ സമ്പാദിച്ചിട്ടുണ്ട്. എൻ്റെ മോളെ കല്യാണം കഴിപ്പിക്കാൻ എനിക്ക് 1.25 കോടി രൂപയോളം ഞാൻ ചിലവാക്കിയിട്ട് കല്യാണം കഴിച്ചത്. 70 പവൻ്റെ ആഭരണം 100 പവനെന്ന് വെളിയിൽ പറയുകയും 70 പവൻ്റെ ആഭരണം ഞാൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. 10 ലക്ഷം രൂപ പോക്കറ്റ് മണിയായിട്ട് കൊടുത്തു. 13 ലക്ഷം രൂപയുടെ കാറ് വാങ്ങിക്കൊടുത്തു. എന്നിട്ടും എൻ്റെ ഭാര്യ പറയുന്നത്, ഇവിടെ കോടതിയിലൊക്കെ പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഒരു പൈസ ചിലവാക്കിയിട്ടില്ല. തെറ്റാൻ ഒരു കാരണങ്ങളുമില്ല. ഞാൻ 37 കൊല്ലം കഴിഞ്ഞ് ഈ കോവിഡ് സമയത്ത് തിരിച്ച് ഞാൻ വരുമ്പോൾ അന്ന് മുതൽ എന്നോട് സംസാരിക്കില്ല. മക്കൾ 2 വിലയ്ക്ക് നിങ്ങൾ സംസാരിക്കരുത്. കാരണം ഇയാൾ 60 വയസ്സായിട്ട് വരുന്ന ആളാണ്. 60 വയസ്സ് കഴിഞ്ഞു പോയി. ഇനി എനിക്ക് പിന്നെ ജോലി ചെയ്യാനുള്ള കഴിവോ മറ്റ് കഴിവുകളോ ഇവർക്ക് മാസം പണം എത്തിച്ചു കൊടുക്കാനുള്ള മാസം എന്ന് പറഞ്ഞാൽ ഈ 37 വർഷം ഞാൻ അവിടെ നിന്ന് എനിക്ക് ജോലി ഇല്ലാത്തപ്പോഴും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും എനിക്ക് ശമ്പളം കിട്ടാനും ഇല്ലെങ്കിലും ഇവൾക്ക് കൃത്യമായി ഞാൻ കാശ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനോ വാടക വീട്ടിൽ ഞാൻ പോയി എന്നു പറഞ്ഞാൽ നമുക്ക് മിണ്ടാതെ 1.5 കൊല്ലം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയുടെ 15 സെൻറ്റിനകത്ത് ഞാൻ വെച്ച എൻ്റെ വീട്ടിൽ എനിക്കതിന് 70-75 ലക്ഷം രൂപ ചിലവാണ്. ആ വെച്ച വീട്ടിൽ ഞാൻ കുറേ 1.5 കൊല്ലത്തോളം ഞാൻ മിണ്ടാതെ ഇരുന്നു. ഒരു റൂമിനകത്ത് അടച്ച് ഞാൻ എങ്ങനെ ഇരുന്നു. അതിനുശേഷം എനിക്ക് മാനസികമായി ഭയങ്കര ഇതായി. ഞാൻ അതിനുശേഷമാണ് അവിടെ നിന്ന് പോയിട്ട് എൻ്റെ കുടുംബ വീട്ടിൽ പോയിട്ട് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത്. എൻ്റെ അനിയൻ്റെ സ്വത്താണത്. ഞാൻ അതിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അങ്ങനെ 3-3.5 കൊല്ലം ഞാൻ ഇങ്ങനെ താമസിച്ചുകൊണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് കാല് പഴുത്ത്, എനിക്ക് ഷുഗർ 10-15 കൊല്ലമായിട്ട് ഷുഗറുണ്ട്. എൻ്റെ കാല് പഴുക്കുകയും എൻ്റെ കാല് മുറിക്കേണ്ട ഒരവസ്ഥയും വരെ വന്നു. അങ്ങനെ ഞാൻ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കുകയോ 5 രൂപ സഹായിക്കുകയോ ചെയ്തില്ല. നാട്ടുകാർ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ സ്വന്തം സഹോദരൻ സഹായിച്ചു, നാട്ടുകാർ സഹായിച്ചു. അങ്ങനെ 1.25 ലക്ഷം രൂപയോളം എനിക്ക് അവിടെ കിടന്നതിനും എൻ്റെ ചികിത്സയ്ക്കും ഒക്കെ അതിന് ചിലവായിട്ടുണ്ട്. എന്നിട്ട് പിന്നെ എനിക്ക് ഇപ്പോഴും അതിൻ്റെ അസ്വസ്ഥതകളുണ്ട്. എനിക്ക് നടക്കാൻ വയ്യ. എൻ്റെ കാലിൻ്റെ ഞരമ്പ് തളർന്നിട്ട് എനിക്ക് ഇപ്പോഴും നടക്കാൻ വയ്യ. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ജോലിയെല്ലാം സമ്പാദിച്ച് കഷ്ടപ്പെട്ട് കൊടുത്ത് അവരിൽ നിന്ന് എന്തെങ്കിലും ആദായങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു? ഒരു ഭയം കിട്ടുന്നില്ല. കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ അവസാനം കളക്ടറേറ്റിൽ പോയിട്ട് എനിക്ക് പിന്നെ എൻ്റെ മക്കളിൽ നിന്ന് ജീവനാവശ്യം കിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ പരാതി എഴുതി കൊണ്ട് കൊടുത്തു. അതിൻ്റെ പേരിൽ അവിടെ നിന്ന് RDOയിൽ നിന്ന് വിധിയായി. നെടുമങ്ങാട് RDOയിൽ നിന്ന് വിധിയായതാണ്. മാസം 1000 രൂപ അവർ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ എനിക്കത് പോരാ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും അപ്പീൽ പോയി. അങ്ങനെ മോൻ 2000-ഉം മോൾ 1000 തരണം എന്നുള്ള വിധിയായി. ആ മോള് ഇപ്പം മരിക്കുന്നത് വരെ എനിക്ക് 1000 രൂപ തന്നുകൊണ്ടിരുന്നു. ഇപ്പം മരിച്ചു, ഇനി ശേഷം എനിക്ക് കിട്ടില്ല. മോൻ്റെ 2000 അത് ഈ മാസവും കിട്ടി. അതെല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട്.
പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ 1000, 2000, 10,000 തരണമെന്നും ഞാൻ ചെയ്തതിന് പകരമാവില്ല. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ആദായങ്ങളുണ്ടോ? ഒരു ആദായമില്ല, എനിക്ക് ഒരു വരവ്. 2000 രൂപ വെച്ചുകൊണ്ട് ഇനിയിപ്പോൾ ജീവിക്കാണ്. പിന്നെ 3500 രൂപ എനിക്ക് പ്രവാസി പെൻഷൻ കിട്ടുന്നുണ്ട്. ഞാൻ പ്രവാസി നമ്മൾ മാസം പൈസ അടയ്ക്കുമല്ലോ, അടയ്ക്കുന്ന നോർക്കയിൽ നിന്ന് എനിക്ക് 3500 രൂപ മാസം കിട്ടുന്നുണ്ട്. അതും ഈ 2000, 5500 രൂപയാണ് എൻ്റെ ഇപ്പോഴത്തെ വരുമാനം. അതുകൊണ്ട് ജീവിച്ചു പോകാൻ പറ്റില്ല. എനിക്ക് അതിനിടയ്ക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു, ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു, മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. എന്നിട്ട് എനിക്ക് അവിടെ നിന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞ് ഡോക്ടർ നിർദ്ദേശിച്ചു. പക്ഷേ എൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ട് അതിപ്പോഴും ചെയ്യാതിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മകൾക്ക്, ഈ മരിച്ചുപോയ മകൾക്ക് പോലും ഇൻഷുറൻസ് കാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ കൊണ്ടുവന്ന് ഇത് ചെയ്യിപ്പിക്കാം. പക്ഷേ അത് ചെയ്തിട്ടില്ല. പിന്നെ റേഷൻ കാർഡ് വഴിയുള്ള അത് എൻ്റെ ഭാര്യയുടെ കയ്യിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്കതും കിട്ടിയിട്ടില്ല. മറ്റേ ഒരു ചികിത്സാ സഹായം ഉണ്ടല്ലോ, അതും കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാനിപ്പോഴും ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ കഴിച്ചു കൂടെയാണ്. ഇപ്പോൾ നിങ്ങൾ എവിടെ താമസിക്കുന്നത്? ഇപ്പോൾ താമസിക്കുന്നത് ഞാൻ വെച്ച എൻ്റെ നെട്ടറച്ചിറയുള്ള വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ പുല്ലം പറയുന്നത് മാറി നെട്ടറച്ചിറ. അത് ഭാര്യ ഞാൻ വന്നതിൻ്റെ അന്ന് ഇവരവിടെ നിന്ന് പോയതാണ്. പിന്നെ അങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല. അവർ പഴകുറ്റിയിൽ പോയിട്ട് ഒരു വാടകയ്ക്ക് വീടെടുത്ത് അവിടെയാണ് താമസിക്കുന്നതെന്ന് ഞാൻ പിന്നെ അറിയുന്നു. മകൾ മരിച്ചത് ആ വീട്ടിലാണ്. സാധാരണ ബുദ്ധിയും വിവേകമുള്ള ആളാണെങ്കിൽ ഈ വാടക വീട്ടിൽ മരിക്കുമ്പോഴേ നമ്മുടെ സ്വന്തം വീട്ടിൽ കൊണ്ടുവരും. ഈ സ്വന്തം വീട്ടിൽ കൊണ്ടുവരും. അത് ആരുടെയോ നിർദ്ദേശപ്രകാരം, എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ആരുടെയോ നിർദ്ദേശപ്രകാരം ജീവിക്കുന്ന ആളാണ്. അവർ അതേപോലെ ആ വാടക വീട്ടിൽ വെച്ചിട്ടാണ് ആൾക്കാരൊക്കെ അവിടെ പോയി കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ആ വാടക വീട്ടിലാണ് ഞാനും പോയി കണ്ടത് ആ വാടക വീട്ടിലാണ്. അല്ലാതെ നമ്മുടെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല. എന്നുവെച്ചാൽ ഇവർക്ക് വാടക വീട്ടിലാണ്. ഇവർക്ക് ഈ ഇസ്ലാമിനെ പറ്റിയോ പിന്നെ മതപരമായ കാര്യങ്ങളോ ഇതൊന്നും അറിഞ്ഞുകൂടാത്ത പാർട്ടികളാണ്. ഇവളുടെ അമ്മ, എൻ്റെ ഭാര്യയുടെ അമ്മയെന്ന് പറഞ്ഞാൽ പണ്ട് എൻ്റെ വേറെ മതത്തിലായിരുന്നു. ഇവളുടെ ഫാദറിനെ പ്രേമിച്ച് കല്യാണം കഴിച്ചാണ്. അവരിപ്പോഴും ആ മതത്തിൽ തന്നെയാണ് കിടക്കുന്നത്. ഇസ്ലാമല്ല, മുസ്ലിമല്ല, ഒന്നുമല്ല. അവർ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇവൾ അടിക്കാൻ പിടിക്കും. എൻ്റെ ഭാര്യ ഇവരെ അടിക്കാനായിട്ട് പിടിക്കുമ്പോൾ ഇവർ ആത്മഹത്യ ചെയ്യാനെന്ന് പറഞ്ഞിട്ട് കൂടി ആറ്റിൽ ചാടാനെന്ന് പറഞ്ഞ് പോകുന്ന ഒരു ശീലമൊക്കെ അവർക്കുണ്ട്. പിന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കരിച്ചാൽ മതി, പള്ളിയിൽ കൊണ്ടുപോകാൻ പാടില്ല എന്നും പലപ്പോഴും അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അവർ ആ ഹിന്ദു മനസ്സോടുകൂടിയാണ് ജീവിക്കുന്നത്. പിന്നെ എൻ്റെ ഭാര്യയ്ക്കും ആ മനസ്സുണ്ട്. അവൾക്കും നമ്മൾ മുസ്ലിങ്ങളാണ്. എവിടെ പൊങ്കാലയുണ്ടോ അവിടെയൊക്കെ പോയി പൊങ്കാല ഇടുക. ഈ പൊങ്കാല ഇടുന്നത് എന്തിനാണെന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ പൊങ്കാല ഇടാൻ പോണത്? ഞാൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വരരുതേ, ഇയാൾ എവിടെയെങ്കിലും ചത്തു പോണേ, മരിച്ചു പോണേ, ഇയാൾ തിരിച്ചു വരരുതേ, ഇതായിരുന്നു പ്രവർത്തനം. ഞാൻ തിരിച്ചു വന്നതിൻ്റെ ദേഷ്യത്തിൽ ഈ 2020 ഞാൻ തിരിച്ചു വരുന്നതിൻ്റെ തലേദിവസം ഞാൻ മാർച്ച് 21 തിരിച്ചു വരുന്നു. ഫെബ്രുവരി 10 ഞാൻ എല്ലാ മാസം 10 ക്യാഷ് അയക്കുന്നത്. ഈ ഫെബ്രുവരി 10 പോലും ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫെബ്രുവരി, ജനുവരി കഴിഞ്ഞ് ഡിസംബർ, നവംബർ എല്ലാ മാസങ്ങളിലും നമ്മൾ ക്യാഷ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും ഇവക്ക് തവയില്ല, പൈസ തവയില്ല. ഇത് കൂടാതെ ഇപ്പം ഞാൻ താമസിക്കുന്ന വീട് പണയം വെച്ചിട്ട് ആരെന്നോ 5 ലക്ഷം രൂപ ഒറ്റി വെച്ചിട്ട് അത് വാങ്ങിച്ചിരിക്കുന്നു. പിന്നെ ആ വീട് ഞാൻ പറഞ്ഞിട്ട് കേൾക്കാതെ മോളുടെ കല്യാണ സമയത്ത് നമ്മളതിൽ ആവശ്യമുള്ള ക്യാഷുണ്ട്. എൻ്റെ വസ്തു അത്രയും വിറ്റ പണം എല്ലാം ബാങ്കിൽ കിടക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് വലിയൊരു കുടുംബത്തിലൊരു വലിയ കുടുംബത്തിൽ 10,000 മുതലാളി എന്ന് പറയുന്ന പുല്ലം പറയുന്ന നല്ല പേരുകേട്ട കുടുംബത്തിലുള്ളത് തന്നെയാണ് ഞാൻ. എനിക്ക് എല്ലാവർക്കും കൊടുക്കുന്ന പോലെ എനിക്ക് സ്വത്ത് എൻ്റെ കാക്കാക്കും എൻ്റെ അനിയൻ തായറിനും ഒക്കെ കൊടുക്കുന്ന പോലെ ഏറ്റക്കുറച്ചിലുണ്ടാവും. പക്ഷേ എനിക്ക് തന്നിട്ടുണ്ട്. ഈ സ്വത്തുക്കൾ കംപ്ലീറ്റ് നമ്മൾ വിറ്റതും എല്ലാം എൻ്റെ മോളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോഴും ഞാൻ എന്നെ മരിക്കുമ്പോൾ അടക്കാനുള്ള പള്ളിയിൽ അവിടെ ഒരു 10 സെൻറ്റ് പോലും ഇടാതെ മൊത്തം സ്വത്തും ഞാൻ വിറ്റു എൻ്റെ മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട്. അതുകൂടാതെ ഞാനിവിടെ എൻ്റെ സഹോദരിയിൽ നിന്ന് വാങ്ങിച്ച 40 സെൻറ്റ് സ്ഥലം വിറ്റ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് 36 സെൻറ്റ് വാങ്ങിച്ചു. കാരണം എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ താമസിക്കുന്ന വീടല്ലേ, മരിക്കുന്നവർ താമസിക്കാനുള്ള വീടല്ലേ, അതിൻ്റെ അടുത്ത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് 36 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു. അത് ഞാൻ വാങ്ങിച്ചത് എൻ്റെ ഭാര്യയുടെ പേരിനാണ്. പിന്നെ അതുകൂടാതെ ഒരു 30 സെൻറ്റ് സ്ഥലം ഞാൻ പിന്നെ വിലയ്ക്ക് വാങ്ങിച്ചിരുന്നത് എൻ്റെ ഭാര്യയുടെ വാപ്പ ആയ ഷഹാബ്ദീൻ എന്ന് പറയും, പുള്ളിക്കാരൻ മരിച്ചു, അദ്ദേഹത്തിൻ്റെ പേരിലായിരുന്നു. അതങ്ങനെ വായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഇതേ നല്ലോണം തണ്ണി അടിക്കുന്ന പാർട്ടിയാണ്, ഡെയിലി തണ്ണി അടിക്കുക. എന്നിട്ട് എനിക്ക് ആകെ ഉണ്ടായിരുന്ന 15 സെൻറ്റ് എൻ്റെ മോൾക്ക് കൊടുത്തു, ഞാനിപ്പം നിർദ്ധനാണ്, എനിക്ക് 1 സെൻറ്റ് ഭൂമി പോലും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അങ്ങനെ പറയുന്നതിൻ്റെ പേരിൽ ഞാൻ എന്ത് ചെയ്തു, ഈ വസ്തു ഇദ്ദേഹത്തിൻ്റെ പേരിൽ വാങ്ങി.
എന്നിട്ട് ഇപ്പോൾ അവൾ കോടതിയിൽ പറഞ്ഞെന്താണെന്നറിയോ, ഈ 30 സെൻറ്റ് സ്ഥലം എൻ്റെ വാപ്പ എനിക്ക് വാങ്ങിച്ചു തന്നതാണ്, എനിക്ക് വേണ്ടി വാങ്ങിയതാണ്, എന്നിട്ട് ഇദ്ദേഹത്തിന് കൊടുത്തതാണ് എന്നാണ് അവളും പറഞ്ഞേക്കുന്നത്. അങ്ങനെ കംപ്ലീറ്റ് കള്ളത്തരങ്ങളും ഉഡായിപ്പും എല്ലാം ഉള്ള സോഫിയ എന്ന് പറയുന്ന എൻ്റെ ഭാര്യ. എൻ്റെ ഭാര്യ സോഫിയക്ക് ഒരു ജോലിയും ഉണ്ടാകുന്നില്ലായിരുന്നു. ഞാൻ 5 വർഷം ഗൾഫിൽ കൊണ്ട് നിർത്തിയിരുന്നു. അന്നെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ 5 കൊല്ലം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അന്ന് ഗൾഫിൽ കൊണ്ട് പോയതിനു ശേഷമാണ് ഒരു മനുഷ്യരൂപം പൂണ്ടത്. ആദ്യം മനുഷ്യൻ്റെ കൊലമല്ലായിരുന്നു. ഈ എത്യോപ്യയിലെ പിള്ളേരുണ്ടല്ലോ ഈ പട്ടിണി കിടക്കുന്ന ആ രൂപത്തിലായിരുന്നു. ഞാൻ കൊണ്ടുപോയി ഒരു മനുഷ്യ സ്ത്രീയാക്കി എടുത്തു. ഇവളെ സ്ത്രീയെന്നൊന്നും പറയാൻ പറ്റില്ല, ഇവൾ അഹങ്കാരിയാണ്. ഇവളെ സ്ത്രീ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവൾ ഒരു പിശാച്, വെറും പിശാച്. കാരണം എന്ന് പറഞ്ഞാൽ 37 കൊല്ലം ഞാൻ ഈ കിടന്നിട്ട് ഈ അധ്വാനിച്ച് ഉറക്കം കഴിഞ്ഞ് ഞാനിവിടെ ഗൾഫിൽ എത്രയോ രാത്രി 1 മണിക്ക് ലോഡിങ്ങിന് പോകണം. എനിക്ക് പെട്രോൾ ടാങ്കർ ഓടിക്കലായിരുന്നു. 1 മണിക്ക് ലോഡിങ്ങിന് പോകണം. എന്നിട്ട് ഞാൻ നേരം വെളുത്ത 5:30 മണി 6 മണിയാകുമ്പോഴത്തേക്ക് ഫഹൂദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് 350 കിലോമീറ്റർ താണ്ടി ഞാൻ അവിടെ എത്തണം. ഇത് ദിവസം ഞാൻ വെള്ളിയാഴ്ച ഒന്നും നമുക്ക് അവധിയില്ല, 365 ദിവസം ചെയ്യണം. അപ്പോഴത്തേക്കും 3 മാസം കിട്ടുന്ന പൈസ അങ്ങനെ തന്നെ ഇവർക്ക് അയച്ചു കൊടുക്കും. ഈ കഴിഞ്ഞ എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞാൽ 2015 ശേഷം ഇങ്ങോട്ടാണ് ഞാൻ 50,000 രൂപ വെച്ച് മാസം കൃത്യമായിട്ട് ഇവർക്ക് അയച്ചു കൊടുക്കുന്നത്. അതിന് മുമ്പേ ഞാൻ 80,000, 75,000, 1 ലക്ഷം, 1,4 ലക്ഷം എൻ്റെ കയ്യിലുണ്ട്, സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. 1,4 ലക്ഷം, 2 ലക്ഷം ഇങ്ങനെയാണ് ഞാൻ അയച്ചു കൊടുത്തോണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവൾ പിന്നെ നമ്മുടെ ചിലവിന് പോലും പൈസ അയച്ച് തരില്ലായിരുന്നു. ഇദ്ദേഹം അവിടെ ഭയങ്കര ദൂരത്തനായിരുന്നു, അത് ഇത് എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇവൾ ഞാൻ അയച്ചു കൊടുക്കുന്ന ഇവർക്ക് ഈ കണ്ടമാനം പൈസ വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം തിന്ന് എല്ലിൻ്റെ ഇടയിൽ കയറി. പിന്നെ ആളെ തിരിച്ചറിഞ്ഞുകൂടാതായി, പിന്നെ എന്നെ കണ്ടുകൂടാതായി, ഭർത്താവിനെ കണ്ടുകൂടാ. പിന്നെ ഈ ആ സമയത്ത് എൻ്റെ പണം കൊണ്ട് തന്നെ എൻ്റെ മക്കളെല്ലാം പഠിച്ച് അവർ രണ്ടൊരു എഞ്ചിനീയേഴ്സായി. പിന്നെ മോൾ M.Tech-ഉം മോൻ B.Tech-ഉം. അപ്പോൾ ഇനി അവളുടെ ഒരു ധാരണ, ഇങ്ങനെ അടിച്ച് കളഞ്ഞു കഴിഞ്ഞാലും ഇയാളില്ലെങ്കിലും എനിക്കിനി ഇവരുടെ സഹായം കൊണ്ട് ജീവിക്കാം. കാരണം ഈ മക്കൾ എല്ലാം പഠിച്ച് ഇതായല്ലോ എന്ന് പറഞ്ഞാൽ. പിന്നെ എൻ്റെ മോനും മോൾക്കെന്ന് പറഞ്ഞാൽ അത്രയ്ക്കുള്ള ബുദ്ധിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബുദ്ധിയില്ല, കാരണം ഇവൾ പറയുന്നത് അത്രയും അങ്ങനെ തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. മോനും അംഗീകരിച്ചിട്ടുണ്ട്, മോളും അംഗീകരിച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരിക്കലും വരില്ല. ഇവൾ എന്ത് പറഞ്ഞു കൊടുക്കും? മോളെ കെട്ടിച്ചത് ഞാനാണ്. ഒരു കുട്ടിയുണ്ട്, 5 വയസ്സായിരുന്നു. മോൻ്റെ കല്യാണം അടുത്ത മാസമാണെന്നൊക്കെ ഇങ്ങനെ അവിടെ കോടതിയിൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. കോടതിയിൽ പറഞ്ഞ അടുത്ത മാസം എൻ്റെ കല്യാണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനറിയില്ല, ഞാൻ അറിയാതെ തന്നെ നമ്മളെ പള്ളിയിൽ വന്നിട്ട് അവിടെ നിന്ന് പെർമിഷൻ. അപ്പോൾ ഈ സെക്രട്ടറി ഒന്നും എൻ്റെ അടുത്ത് പറയുന്നില്ല. എൻ്റെ അടുത്ത് പിന്നീട് എൻ്റെ കാക്കാക്ക് വിളിച്ചു പറഞ്ഞു, ഇതേപോലെ ഒരാൾ ഇതിൻ്റെ പേപ്പറിന് വന്നിട്ടുണ്ട്, ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നോട് ചോദിക്കാതെ കൊടുക്കാൻ പോലും പാടില്ല. എൻ്റെ അടുത്ത് ചോദിച്ചാലും ഞാൻ സമ്മതിക്കും, അത് വേറെ കാര്യം. പക്ഷേ ചോദിക്കാതെ അവരത് ചെയ്തു. എന്നിട്ട് പേപ്പറെല്ലാം ക്ലിയർ ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോയി. എന്നിട്ട് കല്യാണത്തിൻ്റെ എല്ലാം ആലോചിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നു. അടുത്ത മാസം കല്യാണമെന്നും പറയുന്നു. എന്നിട്ട് ഈ കല്യാണത്തിനും ഈ വീട്ടിലായിരിക്കും, ഈ വാടക വീട്ടിലും. കാരണം ഞാനുമുള്ള വീട്ടിൽ കല്യാണം നടത്താൻ പറ്റില്ല എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. ഈ മരിച്ചപ്പോൾ പോലും ഈ എൻ്റെ കൊച്ചിനെ ആ വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല. അവർ കൊണ്ടുപോയത് ഈ വാടക വീട്ടിലാണ്. വാടക വീട്ടിൽ വെച്ച് അവിടെ നിന്ന് മൂത്താമാറ്റിയും കഴിച്ച് എന്നിട്ട് ഇപ്പോൾ അവിടെ കിടക്കുന്നത്. ഇന്ന് നോക്കുമ്പോഴത്തേക്ക് അവളുടെ അമ്മ, മറ്റേ ഞാൻ പറഞ്ഞില്ലേ ആ അമ്മ അവിടെ വന്നിട്ട് അവിടെ ആ വീട്ടിലുണ്ട്. അല്ല ഇവള് വന്നിട്ടില്ല. ഇവളെല്ലാം വാടക വീട്ടിൽ ഇപ്പോഴും കിടക്കുന്നത്. എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അത്രയും പണം, എൻ്റെ പണം ഇവരുടെ അടിച്ചു മാറ്റിയത് അത്രയും എവിടെ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവർക്ക് വേറെ അക്കൗണ്ടുണ്ട്, സ്റ്റോക്കുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ കോടി നീ ഇത് വിചാരിക്കുന്നു ഓരോ മാസവും കൃത്യമായിട്ട്. എനിക്കവിടെ ജോലിയില്ലെങ്കിലും എനിക്കവിടെ പല ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴും ഒക്കെ ഞാൻ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്. പൈസയിലൊന്നും ഒരു കുറവില്ല. അത് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ മാസവും 10-ാം തീയതിക്കകത്ത് ഞാൻ അയക്കുന്ന 80,000, 75,000, 90,000 അങ്ങനെ ഞാൻ അയച്ചിട്ടുള്ള എല്ലാ ഇതിലും കാണും. പിന്നെ അവർക്ക് ഞാൻ ഇവിടെ 40 ദിവസം ലീവിനാണ് ഞാൻ വരുന്നത്. ഒരു വർഷത്തിൽ 40 ദിവസം ലീവ് എനിക്കുള്ളൂ. ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ 35 ദിവസവും ഞങ്ങൾ ടൂറിലായിരിക്കും. ഞങ്ങൾ ഊട്ടി, കൊടൈക്കനാൽ, ഇവിടെ തമിഴ്നാട്ടിൽ, പിന്നെ ബാംഗ്ലൂർ, ബോംബെയിൽ എന്ന് വേണ്ട എല്ലായിടത്തും ഇങ്ങനെ ടൂർ ചുറ്റിയടിക്കും. ഇവർക്ക് ടൂറിൽ ഈ വണ്ടിയുടെ പുറകെ കയറിയിരിക്കണം, എൻ്റെ വണ്ടിയുടെ പുറകെ കയറിയിരിക്കാനും അത് കഴിഞ്ഞ് വണ്ടിയും പിടിച്ച് ടൂറിന് പോകാനും ട്രെയിനിൽ കയറി ടൂറിന് പോകാനും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അത് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ കൂടെ പോകും. നമ്മൾ ലോകം അത്രയും ചുറ്റും ലക്ഷക്കണക്കിന് രൂപ അടിച്ച് പൊടിക്കും. എന്നിട്ട് നമ്മൾ തിരിച്ചു വന്ന് ഞാൻ ഗൾഫിലെത്തി. പിറ്റേ ആഴ്ച ഇവള് കുറേ അവന്മാരെ വിളിച്ചുകൊണ്ട്, കുറേ അവന്മാരെ കയറി താലികളൊക്കെ ഞാൻ വിട്ടും, അതുപോട്ട് അവന്മാരെ വിളിച്ചുകൊണ്ട് നേരെ ഊട്ടി, കൊടൈക്കനാൽ, അവിടെ എന്ന് വേണ്ട എല്ലായിടത്തും ടൂർ അടിക്കാൻ പോകും. എന്നിട്ട് ഈ മോളോ അവർക്ക് ഒരു ഒബ്ജക്ഷനും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഈ മോൾക്കും ഇല്ല, മോനും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഈ മോൾക്ക് പറയാൻ ഈ പ്രേമ കല്യാണമാണെന്ന് പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എൻ്റെ മോള് പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്.
എന്നിട്ട് അവിടെ ഈ സെൻറ്റർ നമ്മൾ തുറന്നു വെച്ച് കൊടുത്ത എൻ്റെ പണം കൊണ്ട് തുറന്നു വെച്ചിരിക്കുന്ന സെൻറ്റർ ഞാൻ ഒരു പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് കമ്പ്യൂട്ടർ വാങ്ങിച്ചു കൊടുത്തു, ഒരു പ്രാവശ്യം വന്നപ്പോൾ റാക്കടിച്ചു കൊടുത്തു, 50,000 രൂപ കൊടുത്ത് മറ്റേ ഫോട്ടോ കോപ്പി മെഷീൻ വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് എൻ്റെ അല്ല അവൾ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കിയ പൈസയിലാണ് ഉണ്ടാക്കി വെച്ചേക്കണമെന്നാണ് പറയുന്നത്. എൻ്റെ പണമാണത്. അവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ മോൾക്ക് പ്രേമിക്കാനുള്ള അവസരം അവിടെ നിന്ന് എവിടെ ഒപ്പിച്ചു കൊടുത്തു. അപ്പോഴത്തേക്ക് ഈ ഇമ്മാരെടുത്ത് അങ്ങനെയുള്ള ഇമ്മാരെടുത്ത് അവർക്ക് സ്നേഹം ഉണ്ടായിരിക്കും. അങ്ങനെ സ്നേഹം ഉണ്ടായതാണ്. പിന്നെ ഇവളുടെ ഒരു കാര്യങ്ങളും എൻ്റെ മക്കൾ ഒബ്ജക്ഷൻ പറയില്ല. ഇവൾ ടൂർ പോവേ എവിടെ വായുവോക്കം പോവേ എന്തോ ചെയ്യട്ടെ. അതേപോലെ ബുദ്ധി ഉണ്ടായിരുന്നില്ല എൻ്റെ മോനും. അവനും ബുദ്ധിയില്ലാത്ത ഒരുത്തനാണ്. അവനെയും എന്നെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് അവനും പ്രേമിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. ഞാനിവിടെ 2020 ഞാൻ ഇവിടെ വന്നതിന് ശേഷം അവൻ പ്രേമിച്ച പെണ്ണിനെ അവൻ്റെ അമ്മയും ആ പെണ്ണിൻ്റെ വാപ്പായും കൂടെ ആയിട്ട് അവിടെ കല്യാണ ആലോചനയ്ക്ക് വന്നിരുന്നു. അന്ന് അവിടെയൊക്കെ തിരക്കപ്പെടുത്തേക്ക് ഇതേപോലെ ഇതൊരു കൺവേർട്ടഡ് കുടുംബമാണെന്നും പിന്നീട് ഇവിടെ വീട്ടിൽ പട്ടി വളർത്തുന്ന വീടാണെന്നും അവരെന്ന് പറഞ്ഞാൽ മറ്റേ എന്തൊന്നും മുജാഹിദുകളാണ്, മറ്റേ കറുത്ത ഇതൊക്കെ ഇട്ട പാർട്ടികളാണ്. അവർ വന്നിട്ട് അവർ കളഞ്ഞിട്ട് പോയി, അവർ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. ഇവൻ പ്രേമിച്ച പെണ്ണും ആണെന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പ്രേമത്തിനുള്ള അവസരവും ഇവള് എൻ്റെ ഭാര്യയാണ് എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത്. എൻ്റെ ഭാര്യയാണ് ഈ പ്രേമിക്കാനുള്ള അവസരം എല്ലാം എടുക്കുന്നത്. അതുകൊണ്ട് ഈ 2 മക്കൾക്കും ഉമ്മാടുത്ത് ഈ മരിച്ചുപോയ എൻ്റെ മോക്കും ഈ മോനും ഉമ്മാൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹക്കൂടുതലായിരുന്നു. മനസ്സിലായ? അപ്പോൾ ഞാൻ വന്നതിന് ശേഷം എൻ്റെ അടുത്ത് മിണ്ടരുതെന്ന് പ്രത്യേകം പറഞ്ഞില്ലേക്ക്. അതേപോലെ എൻ്റെ മോള് പ്രസവിച്ച് കിടക്കുന്നു. ഒക്ടോബർ 13 പ്രസവം. 2000 ഞാൻ ഡേറ്റ് ഞാൻ മറന്നുപോയി. ഇപ്പോൾ 5 വയസ്സായി കൊച്ചിന്. ഒരു 13 പ്രസവം. എന്നിട്ട് ഈ പ്രസവം ഹോസ്പിറ്റലിൽ ജില്ലയിൽ കിടക്കുമ്പോഴത്തേക്കും ഞാനാണ് ഡെയിലി ഇവിടെ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നത്, ഡ്രസ്സ് കൊണ്ടുപോകുന്നത്, എല്ലാ ഇതുകളും ഞാനാണ് കൊണ്ടുപോകുന്നത്. പിന്നെ അതുകൂടാതെ എന്നെ ഒരു എയ്ഡ്സ് എല്ലാം തന്നെ കൊറോണ രോഗിയായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോഴത്തേക്ക് 15 ദിവസം 30 ദിവസം ക്വാറൻറ്റൈനിലിരിക്കണം. ഞാൻ ഈ ക്വാറൻറ്റൈനിലിരിക്കും. അപ്പോൾ അവിടെ ആഹാരം കൊണ്ട് വെച്ച് തരും, അവിടെ കൊണ്ട് നീക്കിത്തരും. ഞാൻ അവിടെ നിന്ന് തിന്നും. ഈ പിന്നെ പാത്രം എടുത്ത് അവിടെ വയ്ക്കും, എവിടെ കൊണ്ടുപോയി കഴുകി വയ്ക്കും. അങ്ങനെയാണ് ഈ 1.5 കൊല്ലം അവിടെ പോയത്. ഈ 1 മാസം കഴിഞ്ഞ് ക്വാറൻറ്റൈൻ പീരീഡ് കഴിഞ്ഞിട്ട് എനിക്ക് വെളിയിൽ വരാം. ആ സമയത്ത് നോക്കുമ്പോഴത്തേക്കും അപ്പോൾ വേറെ റൂമിലാണ് കിടക്കുന്നത്. എന്നോട് നോക്കുകയോ അവിടെ ഒന്ന് വിളിക്കുകയോ സംസാരിക്കുകയോ മിണ്ടുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം എന്നെ ഒരു കൊറോണ രോഗിയാക്കി അങ്ങ് മാറ്റി. ഇത് കഴിഞ്ഞ ശേഷവും പിന്നെ എനിക്ക് എൻ്റേതായ കുറേ ഐഡിയൽ കാര്യങ്ങളുണ്ട്. ഞാൻ തടി കച്ചവടം, ഇറച്ചി കച്ചവടം, ഞാൻ മീൻ കച്ചവടത്തിന് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ മീൻ കച്ചവടത്തിന് പോയി ഗൾഫ് മതിയാക്കി വന്നു. എന്നിട്ട് ഞാൻ പല കച്ചവടങ്ങളും പോയി. അതൊന്നും ഇവളുടെ സ്റ്റാറ്റസിന് പറ്റിയതല്ല. എന്നുവെച്ചാൽ ഞാൻ ഇറച്ചി വെട്ടി അവിടെ നിന്ന് ഇറച്ചി കിലോ കണക്കിന് പോത്തിനെയും ആട്ടിനെയൊക്കെ വെട്ടിക്കൊടുക്കുന്നു. അതൊക്കെ പറ്റില്ല. പിന്നെ അതുകൂടാതെ ഞാൻ തടി കച്ചവടത്തിന് പോയി. അതിലൊക്കെ നഷ്ടം വന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 8-10 ലക്ഷം രൂപയിലൊക്കെ പോയിട്ടുണ്ട്. അത് വേറെ കാര്യം. അത് ഞാൻ സ്വന്തമായി ഇതിൽ ചെയ്തു അങ്ങനെ പോയതാണ്. അത് എവളുമായിട്ട് ഒരു ബന്ധമല്ല, എവളുടെ പൈസയല്ല, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പൈസകളാണ്. അങ്ങനെ ഞാൻ ഈ 30 സെൻറ്റ് സ്ഥലം ഞാൻ പണയം വെച്ച് എന്ന് വെച്ചാൽ എന്നോട് ഒറ്റ വെച്ചിട്ട് 7 ലക്ഷം രൂപ കടവും വാങ്ങിച്ചിട്ടുണ്ട്. അതുവരെ കൊടുത്തില്ല, കേസ് നടക്കുന്നുണ്ട്. ആ പൈസ ഞാൻ കൊടുക്കും. ആ വസ്തു വിൽക്കുമ്പോഴത്തേക്ക് കൊടുക്കും. എവളെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കണം. അവർ രണ്ടുപേരും ഈ പൈസ കൊടുക്കാനുള്ള ഒരാളും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, എവളും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ അറ്റാച്ചൊക്കെ വിട്ട് അത് വിറ്റ് ഞാൻ ഇവന്മാർക്ക് 7 ലക്ഷം കൊടുക്കും. ഞാൻ കോടതി ചോദിച്ചപ്പോഴും പറഞ്ഞു ഞാൻ ഇതുപോലെ പൈസ കൊടുക്കാനുള്ള സത്യം തന്നെയാണ്. ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ കൊടുക്കാനുള്ള സത്യം തന്നെയാണ്. ഞാൻ പൈസ കൊടുക്കും. പക്ഷേ വസ്തു വിൽക്കണം. അതിനുവേണ്ടി അറ്റാച്ച്. അപ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ അറ്റാച്ച് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഭാര്യയെ അറ്റാച്ച് പിടിക്കണം. വിട്ട് കഴിഞ്ഞാൽ ഈ വസ്തു വിൽക്കും. വിറ്റിട്ട് ഞാൻ പൈസ കൊടുക്കാം. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്നെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ പറ്റുമോ ആ തരത്തിലെല്ലാം ദ്രോഹിച്ച് ഈ പിശാച് എന്ന് വെച്ചാൽ മനുഷ്യ രൂപം കൊണ്ട ഈ പിശാചാണ് എൻ്റെ ഭാര്യ. അവൾ എന്ന് പറഞ്ഞാൽ ബാക്കി നാട്ടുകാർക്കോ ചുറ്റുവട്ടത്തുള്ളവർക്കോ ഒന്നും നിനക്കറിയാം. ഒരു ഷോളി എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടായിരുന്നു ഇവിടെ കോഴിക്കോട് വയനാട്. അവളുടെ സ്വന്തം ഭർത്താവിന് 2 മക്കളാണ്, അച്ഛനാ അമ്മ. 5 വരെ കൊന്നിട്ട് ഇപ്പം തിരുവനന്തപുരം പൂജപ്രസന്ന ജയിലിലുണ്ട്. അപ്പോൾ അവളും എന്ന് വെച്ചാൽ ഈ കൊന്നത് ലാസ്റ്റിലെ കൊലപാതകത്തിലാണ് അവിടെ പിടിക്കപ്പെടുന്നത്. എന്നിട്ട് അവളെ അറസ്റ്റ് ചെയ്ത് ഇവിടെ ജയിലിലാക്കിയിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. ആ ചുറ്റുവട്ടമുള്ളവർക്ക് പ്രിയപ്പെട്ടവരാണ്. ആൾക്കാരുടെ നല്ല ഇടപെടലാണ്, നല്ലോണം ചിരിക്കും. എന്നിട്ട് ഇവളുടെ മനസ്സെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അതേ മനസ്സുള്ളവളാണ് എൻ്റെ ഭാര്യ. ഞാനിവിടെ ഈ 1.5 കൊല്ലം കഴിഞ്ഞ് ഇവിടെ നിന്ന് പോയില്ലായിരുന്നെങ്കിൽ എന്നെ കൊല്ലുമായിരുന്നുള്ളൂ. ഡൈവേഴ്സ് ആയിട്ടില്ല. ഇപ്പോഴും എൻ്റെ ഭാര്യ തന്നെയാണ്. അതിലെ ഭാര്യ എന്ന് പറയുന്നത് ഇപ്പോഴും എൻ്റെ ഭാര്യയാണ്. അവൾ എന്ന് പറഞ്ഞാൽ ഇവളുടെ മനസ്സ് കൊലപാതകത്തിനുള്ള മനസ്സാണ്. എന്ന് വെച്ചാൽ കൊല്ലും എന്നുള്ള മനസ്സാണ്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പം പിന്നെ അവൾ അടുത്ത് ചിന്തിക്കുന്നത് ഈ വസ്തുക്കളെല്ലാം ഇവളുടെ പേരിലായി. ഇവളെ ആൾക്കാർ ടീച്ചറെ ചേച്ചി എന്ന് വിളിക്കും. ഇപ്പം ഇവളങ്ങ് പൊങ്ങും. അതിന് വേണ്ടിയിട്ട് ഇവൾ എൻ്റെ മോനെ കൂടെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. അവനിപ്പോൾ കല്യാണം കഴിച്ച് വിടുന്നൊക്കെ പോയാൽ അവരെ വീടും 15 സെൻറ്റ് കൂടെ അവളുടെ പേരിൽ സ്ത്രീധനം കിട്ടിയതല്ലേ. അതിലല്ലേ ഞാൻ കൊണ്ടുവന്നിട്ട് വീട് വെച്ച് കൊടുത്തത്.
ഞാൻ എൻ്റെ പുല്ലന്മാർ ഉമ്മയൊക്കെ മരിക്കുന്നതിന് മുമ്പ് എന്നും പറയണം, എടാ നീ ഈ ഇവിടെ വീട് വയ്ക്കടാ, നീ എന്തിനാ അവിടെ കൊണ്ടുപോയിരിക്കുന്നത്, ഭാര്യയുടെ വരടുത്ത് വീട് വയ്ക്കണോ, രക്ഷപ്പെട്ടിട്ടില്ല എന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ അന്ന് ഇവളടുത്ത് പറയാൻ പറ്റില്ല. ഇവള് ഉമ്മ അങ്ങനെ പറഞ്ഞ് തിരിപ്പിച്ചെന്ന് പറഞ്ഞ് ഞാൻ ബഹളം ഉണ്ടാക്കും. അങ്ങനെ എൻ്റെ ഉമ്മ എത്രയോ പ്രാവശ്യം മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ അവിടെ വീട് വയ്ക്കുക, അവിടെ വീട് വയ്ക്കുക. അതിനാണ് എനിക്ക് റോഡ് സൈഡിൽ 40 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നത്. അത് ഇന്ന് വിറ്റ് കഴിഞ്ഞാൽ 1 കോടി രൂപയ്ക്ക് പുറത്ത് വില കിട്ടുന്ന സ്ഥലമുണ്ട്. അതേ സമയത്ത് ഞാൻ ഇവിടെ വാങ്ങിച്ചുകൊണ്ട് 36 സെൻറ്റ് സ്ഥലം ഇന്ന് വിറ്റ് കഴിഞ്ഞാൽ ഒരു 30 ലക്ഷം രൂപയ്ക്ക് അപ്പുറം കിട്ടില്ല. മനസ്സിലായോ? അങ്ങനത്തെ അത്രയും ഈ ത്യാഗങ്ങൾ ചെയ്ത ആളാണ് ഞാൻ. എന്നിട്ട് ഇവള് എന്നെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, എന്നെ കൊല്ലണം, എന്നെ വലിപ്പിക്കണം, എന്നെ വേണ്ട എന്നുള്ള ആ രീതിയിലാണ് അവൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയും വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ അവിടെ നിന്ന് 40 സെൻറ്റ് വാങ്ങിച്ചുകൊണ്ടുവന്ന വിറ്റ് കൊണ്ടുവന്ന 36 സെൻറ്റ് എനിക്ക് തിരിച്ചെഴുത്താ. എൻ്റെ 30 സെൻറ്റ് സ്ഥലം അറ്റാച്ച് വിട്ടതാ. ഈ വീട് 15 സെൻറ്റ് വീടും കൂടെ എൻ്റെ പുല്ലന്മാരുള്ള 2.5 ഏക്കർ വിറ്റ് മോളം കെട്ടിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയോ, ഇത് ഭാവിയിൽ നിങ്ങളുടെ കൂടെ പേരിൽ നമുക്ക് എഴുതാം. അപ്പോൾ ആ ഭാര്യ പറയണല്ലേ എഴുതുമായിരിക്കും. 2018 ഞാൻ ലീവിൽ വരുന്നു, ലീവിലെന്ന് പറഞ്ഞാൽ ആ പ്രമാണം എടുത്തുകൊണ്ട് നമുക്ക് എഴുതാം. അത് എപ്പോൾ ആണെങ്കിലും എഴുതാം. കാരണം പ്രമാണം ബാങ്കിൽ ഇരിക്കണം, എപ്പോൾ ആണെങ്കിലും എഴുതാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പറയുന്ന ആൾ നമ്മൾ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മളെ വിശ്വസിക്കത്തക്ക രീതിയിൽ പറഞ്ഞ് നമ്മളെ പറ്റിക്കുകയാണ് ഇവരുടെ മെയിൻ പരിപാടി. അങ്ങനെ എന്നെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ടോ. അങ്ങനെ പല ഇതിലും പിന്നെ എന്നെ കുട്ട എന്നാണ് വിളിക്കുന്നത്. സ്നേഹത്തിൽ ഇപ്പം ഭർത്താവിനെ കുട്ട എന്ന് വിളിക്കുന്ന ഒരു ഭാര്യയുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്തിനാണ് കുട്ട എന്ന് വിളിക്കുന്നത്? എന്നെ ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട്, എന്നെ പറ്റിക്കാൻ വേണ്ടി കുട്ട എന്ന് വിളിച്ച് എൻ്റെ നേടാവുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ വാപ്പാര കാറ് അതെനിക്കായിരുന്നു. 1.5 ലക്ഷം രൂപയ്ക്ക് അത് വിറ്റിട്ടുണ്ട്. ആ പൈസ എങ്ങോട്ട് പോയെന്ന് പഠിക്കുമെന്ന് പറഞ്ഞുകൂടാ. പിന്നെ അതുകൂടാതെ പിന്നെ എൻ്റെ മോന് ഇവിടെ ഏസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അതിൽ അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് അവനൊന്നും മെറിറ്റിലല്ല കിട്ടിയത്. അപ്പോൾ 1.5 ലക്ഷം രൂപ കിട്ടിയത്. അല്ലല്ല, ഏസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞുകൂടാ, പാച്ചല്ലൂർ എറണാകുളം, ആ കുഞ്ഞിൻ്റെ കോളേജ്, അതിലാണ് അവന് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ ഈ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ അതിന് അന്ന് ഈ മെറിറ്റ്